അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറുത ബിരിയാണി. നമ്മൾ പലതരത്തിലുള്ള ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായ ബിരിയാണി കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വൈപ്പിക്കണം, നമുക്ക് ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് അടിപൊളി പറുത ബിരിയാണി ഉണ്ടാക്കാം. അടിപൊളിയല്ലേ? നമുക്ക് ചിക്കൻ മാറ്റിട്ട് അല്ലേ, അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വറുത്ത ഉള്ളി, കാശ്മീരി ചില്ലി പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നോർമൽ മുളക് പൊടി, എരിവിന് കുറച്ച് ഗരം മസാല, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, കുറച്ച് ഏലക്ക പൊടി, ജാതിപത്രി പൊടിച്ചത്, ക്രഷ് ചെയ്ത വറമുളക്, ശുദ്ധമായ തൈര്, പാകത്തിന് ഉപ്പ്, ഓയിൽ. മിക്സ് ചെയ്തോ ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കാം, എന്നാലേ ഈ മാവ് സോഫ്റ്റായിട്ട് ഇട്ടുള്ളൂ. നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരല്പം ഉപ്പ്, കുറച്ച് തൈര് ഒഴിക്കട്ടാ, നല്ല സോഫ്റ്റായി കിട്ടും മാവ്. കുറച്ച് ഓയിൽ കൂടി ഇട്ടുകൊടുക്കാം. ഇനി നല്ലോണം ഇളക്കുക. ഇനി ഒരല്പം വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ. മിക്സ് ചെയ്തോ, ഒരുപാട് കുളവളാന്നാൻ പറഞ്ഞാൽ ഒരുപാട് കട്ടയാൻ പാടില്ല. അല്പം വെള്ളം, കുറച്ച് മസാല മറമാക്കാം. എന്താ സാധനം പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, കുറച്ച് ഏലക്കായ, ഓയിൽ, ചോറ് ഒട്ടിപ്പിടിക്കാൻ തിളക്കട്ടെ. അരി നമുക്ക് കഴുകിയെടുക്കാം. അരിയല്ലേ, എന്താ മണമില്ല. കുറച്ച് ചോറ്റിനുള്ള ഉപ്പ്, നമുക്ക് പോരാ സാധനം മതി. ഇനി ദമ്മിൽ കുറച്ച് നേരം കഴിഞ്ഞ് വെന്തോ. നല്ല തുറക്ക്, കുറച്ച് പൗഡർ ഇടാം. നമ്മുടെ പറുത ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കണം. ഓക്കെ, നല്ല ചട്ടിപ്പൂ അവിടെ ഇടട്ടെ. ഓക്കെ, ഇനി നമ്മൾ പറുത ഉള്ളിലേക്ക് പതുക്കെ ഇടണം. ഓക്കെ, ഇനി നമുക്ക് ദമ്മിടാം.
നമുക്ക് പറതയ്ക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ആദ്യം പുതിന ഇട്ടിട്ടാ, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വറുത്ത ഉള്ളി, തക്കാളി ഇട്ടുണ്ട്, നമ്മുടെ നല്ല ബസുമതി റൈസ്, പിന്നെ നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രേവി, അപ്പോഴേ ചോറിന് നല്ല കളർ ഉണ്ടാവും. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് വെറുതെ വെച്ച് കൊടുക്കാം, കുറച്ച് വറുത്തുള്ളി, കുറച്ച് തക്കാളി, വീണ്ടും നമുക്ക് കുറച്ചുകൂടെ റൈസ്. സെയിം പരിപാടി തന്നെ വീണ്ടും ആവർത്തിക്കാം. കുറച്ച് ഗ്രേവി വെച്ച് കൊടുക്കാം. സെയിം മല്ലി, പുതിന, വറുത്ത ഉള്ളി, ഫൈനൽ ടച്ച് കുറച്ച് മല്ലിയില, പുതിനയില. നമ്മൾ കളർ ചേർക്കില്ല, അതിന് പകരം നമ്മൾ ഗ്രേവി. ഇതാണ് നമ്മൾ കളർ. നമ്മുടെ പറുത മൂടാൻ വേണ്ടി പോകണം കറക്റ്റായിട്ടാ. മതി. ഇനി നമുക്ക് ദമ്മിൽ വെക്കാം. തീ കത്തരുത്, പക്ഷെ കനലുണ്ടാകാം. ഇതിന് മുകളിൽ കുറച്ച് കനലാണ്. ഈ ചട്ടപ്പൊന്നും മാത്രമേ ചോദിച്ചേ, കൈ കൊണ്ടിട്ട് വാരിട്ട് വാരത്തിട്ടാ. ഞാൻ പൊക്കിത്തരാം. നല്ല പോട്ടെ. വാവ്, കനവുണ്ടത്. പതുക്കെ പിടിക്കാം. ഒപ്പോ. വാവ്, അടിപൊളി. നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ. പതുക്കെ കട്ട് ചെയ്തത്. നല്ല മുഴുക്ക് പോലെ ആയിരുന്നു സാധനം. പൊറോട്ട മെല്ലെ മാറ്റാം. വാ, അടിപൊളി. അടിപൊളി. ഇതും നമുക്ക് മാറ്റാൻ ദിശ കഴിക്കാൻ. ബാക്കി നമുക്ക് അങ്ങനെ എടുത്ത് മാറ്റാം. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടത് നമ്മുടെ പാലക്കാടൻ തൈര് ചട്നി കേട്ടാ. കഴിച്ചോളാം. ടേസ്റ്റ് പറയൂ. ആദ്യം പൊറോട്ടയാണ് എടുക്കാം കേട്ടോ. പൊറോട്ട എങ്ങനെയുണ്ട് നോക്കാം. ചെയ്തോ, പൊറോട്ട നമ്മൾ മാവ് ഒഴിച്ചല്ലേ, ആ പൊറോട്ടയും ആ മിക്സ് കൂടി കണ്ട് നോക്കാം. അടിപൊളി സാധനം കേട്ടത്. ഈ സാധനം ഭയങ്കര രുചി. കറക്റ്റ് ഉപ്പൊക്കെ പിടിച്ച് പൊറോട്ടയാണത്. മൈദ മാവ്. ഇത് സെറ്റായി. പൊറോട്ട സെറ്റായി. പൊറോട്ട അടിപൊളിയായിരുന്നു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മളെ റൈസ് വെച്ച് നോക്കാം. ചൂടുണ്ടാവും റൈസ്. ഒരു വേറെ ടേസ്റ്റ് അല്ലേ? അതെ. ഈ മൈദാമാവിൻ്റെ ഉള്ളി കിടന്ന് വന്നതിൻ്റെ അല്ലേ, പുഴുങ്ങി വന്നതിൻ്റെ വേറെ ടേസ്റ്റ് ഇട്ടാ സംഭവത്തിന് അടിപൊളി. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ആരാട്ടൊക്കെ ഉണ്ട്. നോക്കാം. അടിപൊളി. ഫുള്ള് വെറൈറ്റി ആണ് നമ്മൾ. കോഴി എന്തുണ്ടാവും. കോഴി നമ്മളെ പകുതി കറിയിട്ട് വെച്ചാണ്, പകുതി ഇതിലിട്ട് ആവിലുണ്ട്. കൊള്ളാം. പൊറോട്ട വന്നിട്ടുണ്ട്. പൊറോട്ട നല്ല പൊറോട്ടയായി. പൊറോട്ട നല്ല ടേസ്റ്റും ഉണ്ട്. പൊറോട്ട സാൻഡ്വിച്ച് പോലെ ആക്കാം. തക്കാളി ഇട്ട്
ഒരു രക്ഷയില്ല. നമ്മൾ കുറച്ചുണ്ടാക്കി എന്താ പറയുക, മറിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുന്നേ സാധനം ഉണ്ടാക്കിയിട്ട് മറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. മറിക്കാൻ വലുതാണെങ്കിൽ നമുക്ക് വലുതുണ്ടാക്കണമെന്നുണ്ട്, മറിക്കണമെങ്കിൽ ഇപ്പോൾ ജെ സി പോയിട്ട് വരും. നല്ല പ്രശ്നമാണ് മറിക്കാൻ. പിന്നെ അത് പൊട്ടിയും പോകും. അപ്പോൾ ഒരു ലിമിറ്റുള്ള സാധനമേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുഞ്ചു എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടാ. നമ്മൾ ചിക്കൻ ഉണ്ടാക്കേണ്ട കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒരു രക്ഷയില്ലല്ലേ? അതെ, ഭയങ്കര രസം. നമ്മൾ ആ ഗ്രേവി ഒരുപാട് വെച്ചാലും ചിലപ്പോൾ പൊറോട്ട നമ്മൾ കവർ പോയില്ലേ, അത് ലൂസായിട്ട് പൊട്ടി വരാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ ലിമിറ്റായിട്ടാണ് എല്ലാം ഉള്ളിലിട്ടത്. സംഭവം രക്ഷയില്ല. ഇനിയുണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾക്ക് കുറച്ച് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകാനേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. കാരണം അത് ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.